ലോകം ഇന്ന് ഒരു വലിയ യുദ്ധഭീതിയിലാണ്. ഇറാൻ്റെ പരമാധികാരിയായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിനു ശേഷം പശ്ചിമേഷ്യയിൽ ആഞ്ഞടിച്ച യുദ്ധക്കാറ്റ് ഇപ്പോൾ വൻ കരകൾ കടന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ നഗരവീഥികളിലും ആശങ്ക പടർത്തിയിരിക്കുന്നു. ഇത് അതിർത്തികളിൽ തോക്കുകളും മിസൈലുകളും ഉപയോഗിച്ച് നേരിട്ട് നടത്തുന്ന ഒരു സാധാരണ പോരാട്ടമല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഏത് നിമിഷവും ഉണരാൻ സാധ്യതയുള്ള സൈന്യത്തെക്കുറിച്ചുള്ള ഭീതിയാണ്. ഇന്ന് അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ ഈ നിദ്രയിലുള്ള ചാരസംഘങ്ങൾ അഥവാ സ്ലീപ്പർ സെല്ലുകൾ, എന്താണ് അവർ, എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്? ഈ ചാരസംഘങ്ങൾ കേവലം അക്രമകാരികളല്ല, അവർ നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരാണ്. നിങ്ങളുടെ അയൽപ്പക്കത്തോ ഒരു തൊഴിൽശാലയിലോ അല്ലെങ്കിൽ ഒരു വിതരണക്കാരനായോ വർഷങ്ങളോളം സാധാരണ പൗരന്മാരായി ഇവർ ജീവിക്കുന്നുണ്ടാകാം. തങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് ഒരു പ്രത്യേക സന്ദേശം ലഭിക്കുന്നതുവരെ അവർ സമാധാനപ്രിയരായി തുടരും. ഒരിക്കൽ ആ സന്ദേശം ലഭിച്ചാൽ അതുവരെ സാധാരണക്കാരായിരുന്ന അവർ ചാരന്മാരായോ അട്ടിമറിക്കാരായോ മാറി അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഖമേനിയുടെ മരണശേഷം ടെഹ്റാനിൽ നിന്ന് പുറപ്പെട്ട ചില രഹസ്യ സന്ദേശങ്ങൾ ഇപ്പോൾ ആഗോള രഹസ്യാന്വേഷണ ഏജൻസികളെയാണ് അസ്വസ്ഥരാക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം ഇതിനോടകം തന്നെ ഇറാൻ്റെ ഇത്തരം ചാരസംഘങ്ങൾ രാജ്യത്തിനുള്ളിൽ സജീവമാകാൻ ശ്രമിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. എന്നാൽ ഭരണകൂടത്തിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ ഇത്തരം ചാരന്മാരെ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും തടസ്സമാകുന്നുണ്ടെന്നും ആരോപണങ്ങളുണ്ട്. ബ്രിട്ടനിലെയും ജർമ്മനിയിലെയും സുരക്ഷാ ഏജൻസികളും സമാനമായ ആശങ്കയിലാണ്. കേവലം സ്ഫോടനങ്ങൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ സാങ്കേതിക സുരക്ഷ തകർക്കാനും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ അട്ടിമറിക്കാനും ഇവർക്ക് സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ഭീഷണി പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഖത്തറിൽ ഇറാൻ്റെ വിപ്ലവ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിച്ച 2 ചാരസംഘങ്ങളെ അടുത്തിടെ പിടികൂടിയിരുന്നു. ഖത്തറിലെ സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും നിരീക്ഷിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ദൗത്യം. ഇതിലൂടെ വ്യക്തമാകുന്നത് ഇറാൻ തങ്ങളുടെ ചാരശൃംഖല ലോകമെമ്പാടും പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങളുടെ സാന്നിധ്യമുള്ള മേഖലകളിൽ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ്. അലി ഖമേനിയുടെ പിൻഗാമിയായി മുജ്തബ ഖമേനി അധികാരം ഏറ്റെടുക്കുന്നതോടെ ഇറാൻ്റെ വിദേശനയം കൂടുതൽ അക്രമോത്സുകമാകാനാണ് സാധ്യത. പഴയ തലമുറയിലെ നേതാക്കളെക്കാൾ ഉപരിയായി ആധുനിക യുദ്ധതന്ത്രങ്ങളും ചാരവൃത്തിയും പ്രയോഗിക്കാൻ ഇദ്ദേഹം മുൻകൈയെടുക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തകർക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നത്. യുദ്ധങ്ങൾ ഇനി അതിർത്തികളിൽ മാത്രം ഒതുങ്ങില്ല, അവ തെരുവുകളിലേക്കും ഡിജിറ്റൽ ലോകത്തേക്കും പടരുകയാണ്. ചാരസംഘങ്ങളെ കണ്ടെത്തുവാനുള്ള വ്യാപകമായ നിരീക്ഷണങ്ങൾ സാധാരണക്കാരുടെ സ്വകാര്യതയെ ബാധിക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. എങ്കിലും ആഗോള സമാധാനം ഭീഷണി നേരിടുമ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഭരണകൂടങ്ങൾ നിർബന്ധിതരാകുന്നു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നിഴൽ യുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ജാഗ്രതയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം.